ഹായ് ഗൈസ്, നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാൾക്ക് HTML CSS എങ്ങനെ ആണ് ഉപയോഗിക്കുന്നതെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HTMLന്റെ ഇന്ന കാര്യങ്ങളുണ്ട്, CSS ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു തരുന്നതിന് പകരം നമ്മൾ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ പർപ്പസ് എന്ന് വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കത് HTML CSS മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാകും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതൊരു പ്രൊഫൈൽ വെബ് പേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എന്താണ്, നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് നമ്മളൊരു വെബ് പേജ് ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് ഈ വെബ് ഡെവലപ്മെന്റ് അറിയാമോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിനകത്ത് ബേസിക്കലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെഡർ സെക്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഇമേജ് ഉണ്ട്. പിന്നെ അതിനകത്തുള്ളത് നമ്മുടെ ഒരു ഓവർവ്യൂ. ഓക്കെ, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഈ സെക്ഷനിലാണ്. പിന്നെ നമ്മുടെ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ മെയിൻ സ്കിൽസ് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. HTML, React, Angular, Java തുടങ്ങിയ. പിന്നെ നമുക്ക് കോൺടാക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒരു ഫിൽറ്റർ പോലെയാണ്. പിന്നെ അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, അതിലോട്ടുള്ള ലിങ്കുകളെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്നു. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്യൂർലി HTML CSS വെച്ച് മാത്രം ഉണ്ടാക്കിയ വെബ്സൈറ്റ് ആണ്. അതും ബേസിക് ആയിട്ടുള്ള HTML CSS. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വെബ് പേജ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഒരു ലോക്കൽ ഫോൾഡർ എന്തെങ്കിലും എടുക്കുക. ഞാൻ ലോക്കൽ ഫോൾഡർ നിൽക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ സേവ് ആസ് കൊടുത്തിട്ട് HTML എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് കൊടുത്തേക്കുന്നത് .html എന്ന് പറയുന്ന ഫയൽ ടൈപ്പാണ് എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ടൈപ്പ് കൊടുക്കേണ്ട ഓൾ ഫയൽസ് ആയിട്ടാണ്. നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യും. അപ്പോൾ ഇത് വൺസ് സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് .html ഫയൽ ടൈപ്പിൽ സേവ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വെബ് പേജ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഇത്രയുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് തന്നെ HTML CSS എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. HTML സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലുള്ള കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതായത് ഈ ടെക്സ്റ്റ്, ഈ മെനു ഐറ്റംസ്, ഈ ടെക്സ്റ്റുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് HTML ആണ്. അതായത് ഒരു വെബ്സൈറ്റിന്റെ കണ്ടന്റ് എങ്ങനെ തിരിക്കണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് HTML ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഫോണ്ടുകൾ, ഇപ്പോൾ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഫോണ്ട്, ഇതിന്റെ കളേഴ്സ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ എടുത്തു നിൽക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ, അതിന്റെ സ്റ്റൈലുകൾ, പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഈ കാർഡുകളൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിന്റെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് CSS ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടന്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് കണ്ടന്റുകളെ ഡിവൈഡ് ചെയ്ത് പേജിനെ കണ്ടന്റുകൾ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് HTML പാർട്ട്. അപ്പോൾ HTML പാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഇതിന് നമ്മളിപ്പോൾ നോട്ട് പാഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വെബ് പേജിൻ്റെ ഇത് കാണിച്ചത്. പക്ഷെ നമ്മൾ കൂടുതലും ഈ കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്, കോഡ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നല്ലത്.
അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സജഷൻസ് അതിനകത്ത് കിട്ടും. വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്ലഗിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല. അത് കുറേ സജഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു കോഡ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ആക്ച്വലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറെയും കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സബ്ലൈം ടെക്സ്റ്റ് ഉണ്ട്, ആറ്റം എന്ന് പറഞ്ഞ കോഡ് എഡിറ്റർ ഉണ്ട്. ഇതെല്ലാം ഒന്നിനൊന്നും മികച്ചതാണ്. പക്ഷെ ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആവുന്ന ഒരു കോഡ് എഡിറ്റർ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. മറ്റേത് രണ്ടും മോശമാണെന്നല്ല, ബാക്കി എല്ലാ കോഡ് എഡിറ്റേഴ്സും ഒന്നിനൊന്നും മികച്ചതാണ്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പൊ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എൻ്റെ ഈ മെഷീനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് VS കോഡിൻ്റെ ഒരു ഇന്റർഫേസ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡർ. അപ്പോൾ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഞാനൊരു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, profile.html. ഇനി നമുക്ക് HTML ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഹലോ വേൾഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അത് ബ്രൗസറിൽ റൺ ചെയ്ത് കാണിച്ചു. അപ്പോൾ അത് ആക്ച്വലി ബ്രൗസറിന് അത് അതിൻ്റെ ഒരു ലാംഗ്വേജ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഈ ബ്രൗസറിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന HTML കോഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആംഗിൾ ബ്രാക്കറ്റ്സ്, ഇങ്ങനെ ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ എന്തെഴുതുന്നു അതൊക്കെ HTML കോഡായിട്ടാണ് ബ്രൗസർ കരുതുക. അപ്പോൾ ബ്രൗസർ അതിൻ്റെതായ മാച്ചിങ് നോക്കിയിട്ട് അത് റെൻഡർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു HTML എലമെന്റ് എഴുതുമ്പോൾ എപ്പോഴും നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടാവും, നമ്മൾ എലമെന്റിന്റെ പേര് കൊടുക്കും, അത് ക്ലോസ് ചെയ്യും. അത് ഒരു ടാഗാണ്, അത് ഓപ്പണിംഗ് ടാഗാണ് ആക്ച്വലി. ഇനി അതിലൊരു ക്ലോസിംഗ് ടാഗ് നമ്മൾ സ്ലാഷ് വെച്ചിട്ട് ആ എലമെന്റ് ക്ലോസ് ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ കണ്ടന്റ് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ബ്രൗസറിന് മനസ്സിലാവും ഇതെന്തോ ഒരു HTML കോഡാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തോ മീൻ ചെയ്തിട്ടുണ്ട്, ഇത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ അത് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ X എന്ന് പറഞ്ഞൊരു ഇതില്ല, ജസ്റ്റ് ഒരു ടാഗ് നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണ് ടാഗ് വരുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു. അപ്പോൾ നമുക്ക് HTML ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML പേജ് എപ്പോഴും തുടങ്ങുന്നത് HTML/HTML എന്ന ടാഗോടെ ആയിരിക്കും. അപ്പോൾ ഇത് ബ്രൗസറിന് മനസ്സിലാവുന്ന ടാഗാണ്, അതായത് ഈ കണ്ടന്റിന്റെ അകത്തുള്ള കണ്ടന്റ് HTML കണ്ടന്റ് ആണ്, HTML എലമെന്റ്സ് ആയിരിക്കും എന്നാണ് ഇതാക്കുന്നത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ വൈസ് നമുക്ക് എല്ലാ വെബ് പേജിനും ഒരു ഹെഡ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഹെഡ് സെക്ഷൻ ഉണ്ടാവും, നമ്മൾ അതിന് ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ബോഡി സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ബേസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഫ്രെയിംവർക്ക് അല്ല, ഒരു ബേസ് സ്ട്രക്ചർ ഒരു HTML പേജിന്റെ. അപ്പോൾ ഏതൊരു HTML പേജ് എടുത്തു കഴിഞ്ഞാൽ, വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് സെക്ഷൻ കാണാം, ഒരു ബോഡി സെക്ഷൻ കാണാം. അപ്പോൾ ഹെഡ് സെക്ഷൻ എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ അല്ല. കണ്ടന്റ്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇതിന്റെ ഫുൾ കണ്ടന്റ് വരുന്നത് ബോഡിക്കകത്താണ്. അപ്പോൾ ഹെഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിനകത്ത് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ആ ടാഗിനകത്താണ് നമ്മൾ കണ്ടന്റ് എഴുതുന്നത്. മൈ പ്രൊഫൈൽ ഞാൻ സേവ് ചെയ്യുന്നില്ല, അതിന് മുമ്പ് ജസ്റ്റ് പ്രൊഫൈൽ പേജ്, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈൽ പേജ്, അപ്പോൾ അതിനകത്തൊന്നുമില്ല. നിങ്ങൾ ഇതിന്റെ ടൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ profile.html ആണ്. നമ്മൾ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ടൈറ്റിലായിരിക്കും ഇവിടെ വരും, മൈ പ്രൊഫൈൽ. പിന്നെ കണ്ടന്റ് ഒന്നും നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് കണ്ടന്റ് എംപ്റ്റി ആണ്. ഹെഡിനകത്ത് ബേസിക്കലി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത്
ഞാൻ അതിലോട്ട് വരുമ്പോൾ പറയാം. ഇപ്പൊ നമുക്ക് ബോഡി എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബോഡി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി എന്ന സെക്ഷനിലാണ് ഇതിന്റെ ഫുൾ കണ്ടന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ HTML ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ലേ ഔട്ട് ഉണ്ടാക്കുക. അതായത് ഇതിനെ എങ്ങനെ നമുക്ക് പല പല ഡിവിഷൻസ് ആയിട്ട് തിരിക്കാം. അപ്പോൾ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ HTML യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് div എന്ന് പറഞ്ഞ ടാഗ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ div ടാഗിനകത്ത് പഴയ പോലെ തന്നെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് മനസ്സിലാക്കാം. പഴയ പോലെ തന്നെ ഹലോ വേൾഡ് തന്നെ വരും. അത് div ടാഗിനകത്തായിരിക്കും. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ HTML എല്ലാ എലമെന്റ്സിനെയും ഒരു ബോക്സ് എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പെട്ടി, എല്ലാം ഓരോരോ പെട്ടികളാണ് HTML-നകത്ത്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് പെട്ടിയാണ് ഈ div എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു വെബ്സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ്സൈറ്റിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ആക്ച്വലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഹെഡർ സെക്ഷൻ, ഒരു മെയിൻ സെക്ഷൻ്റെ ബോക്സ്, ഒരു ഫൂട്ടർ സെക്ഷൻ്റെ ബോക്സ്. അതായത് ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡാർക്ക് ഗ്രേ പോർഷൻ എന്ന് പറയുന്നത് ഹെഡർ ആയിരിക്കും. പിന്നെ ബാക്കി വരുന്നതെല്ലാം ആ മെയിൻ സെക്ഷനകത്ത് വരും. പിന്നെ ഉള്ള ഡാർക്ക് ഗ്രേ പോർഷൻ എന്ന് പറയുന്നത് ഫൂട്ടറായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഒരു ഡിവിഷൻ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ അത് എഴുതാനായിട്ട് നമ്മൾ ആക്ച്വലി 3 div ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ 3 ഡിവിഷൻ ഉണ്ടാക്കി. അപ്പോൾ ഈ 3 ഒരേ പേര്, ഒരേ div എന്നുള്ള സെയിം വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ആയിട്ട് ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് div ആണ്, ഇതിപ്പോൾ ഹെഡറിന്റെ div ഇതാണ്, ഇതാണ് മെയിൻ്റെ div, ഇതാണ് ഫൂട്ടറിന്റെ div. അപ്പോൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് ഹെഡർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കൊടുക്കാം. ഈ ക്ലാസ്സിൽ കൊണ്ട് വേറെ പർപ്പസ് ഉണ്ട്. അത് ഞാൻ വീഡിയോന്റെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ക്ലാസ് ഈക്വൽ ടു രണ്ടാമത്തെ ക്ലാസ് ഈക്വൽ ടു മെയിൻ, ക്ലാസ് ഈക്വൽ ടു ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡറിനെ തന്നെ ആക്ച്വലി 2 ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് എന്ന് വെച്ചോളാം. അപ്പോൾ ഈ പേജിനകത്ത് നമ്മുടെ ഈ ഒരു ഹെഡർ കണ്ടന്റ് ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. ഇതൊരു സെക്ഷൻ, കണ്ടന്റ് ഒരു സെക്ഷൻ, ഫൂട്ടർ അതിന്റെ താഴെ. ഈ ഹെഡറിനെ തന്നെ നമുക്കിപ്പോൾ ആക്ച്വലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ഹെഡിങ് കിടക്കുന്ന ഒരു സ്ഥലം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നാവിഗേഷനൊക്കെ ചെയ്യാനുള്ളൊരു ആ മെനു ബാർ. ഓക്കെ, അപ്പോൾ ഹെഡറിനെ തന്നെ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും, 2 ബോക്സുകളാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബോക്സുകൾ ഐഡന്റിഫൈ ആയിട്ട് പേര് കൊടുക്കുന്നുള്ളൂ. ഒരു പ്രൊഫൈൽ -നെയിം എന്ന് പറഞ്ഞിട്ട് ആ പേരുള്ള സെക്ഷനെ കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ഡോട്ട് ആ പേര് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ആ div ക്ലാസ് ഈക്വൽ ടു എഴുതണ്ട, ഓട്ടോ ജനറേറ്റ് ആയിക്കോളും. ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്തുള്ള ഒരു ഫീച്ചർ. ഓക്കെ, എന്നിട്ട് ഇവിടെ ആക്ച്വലി നമുക്ക് എന്തായിരുന്നു ഈ സെക്ഷനിൽ കൊടുക്കേണ്ടത്, പേര് കൊടുക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിഗേഷന്റെ ഒരു മെനു, -മെനു. ഞാൻ ജസ്റ്റ് ഐഡന്റിഫൈ വേണ്ടി ഒരു പേര് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് വരുന്നത്, അപ്പോൾ അത് നാവിഗേഷന്റെ. അപ്പോൾ നമ്മൾ ഹെഡറിന്റെ ഡിവിഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ
ഈ മെയിൻ കണ്ടന്റിന്റെ ഡിവിഷൻസ് ആണ് ചെയ്യേണ്ടത്. മെയിൻ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, മൈ സ്കിൽസ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സെക്ഷനാണ്. പിന്നെ വല്ല ഫൂട്ടർ. അപ്പോൾ തിരിച്ച് ഇവിടെ വരുന്നു, വിഷ്വൽ വരുന്നു. മെയിനിന് നമ്മൾ 2 ഡിവിഷൻസ് ഉണ്ടാക്കുന്നു. ആദ്യത്തെ ഡിവിഷന്റെ പേര് പ്രൊഫൈൽ റാപ്പർ കൊടുക്കുന്നു. രണ്ടാമത്തെ ഡിവിഷന് നമുക്ക് സ്കിൽസിന്റെ സെക്ഷൻ സ്കിൽസ് റാപ്പർ കൊടുക്കുന്നു. ഓക്കെ, തിരിച്ച് നമ്മുടെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 ഡിവിഷൻസ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ റാപ്പർ എന്ന് പറഞ്ഞ ഡിവിഷനെ തന്നെ 2 ആക്കാൻ പറ്റും. ഇന്ന് ഈ ഇമേജ് ഉള്ള സെക്ഷൻ, ഇന്ന് ഈ കണ്ടന്റ് ഉള്ള സെക്ഷൻ. അതുപോലെ ഈ യെല്ലോ കണ്ടത് ഇമേജ് ഉള്ള സെക്ഷൻ, കണ്ടന്റ് ഉള്ള സെക്ഷൻ. അപ്പോൾ പ്രൊഫൈൽ റാപ്പറിൽ വന്നിട്ട് ഇമേജ് ഉള്ള സെക്ഷൻ നമുക്ക് പ്രൊഫൈൽ നമുക്ക് സെക്ഷൻ പ്രൊഫൈൽ ഡിവിഷൻ. തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കിൽസിന്റെ സെക്ഷനാണ്. ഈ സ്കിൽസിന്റെ സെക്ഷനിലൊക്കെ ആക്ച്വലി 4 കാർഡുകളാണ് ഡിസ്പ്ലേ. ഇതും ഓരോരോ ഡിവിഷൻസ് ആണ്. 4 കാർഡ് എന്ന് പറയുമ്പോൾ 4 ഡിവ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതിനകത്ത് പ്രൊഫൈൽ സ്കിൽസ് 4 ഒരേപോലത്തെ ഡിവ് ആയതുകൊണ്ട് നമുക്ക് ഒരേ പേരുണ്ട്. ഇത് 4 കൊടുത്തിട്ട് ടാഗ് അടിച്ച് കഴിഞ്ഞാൽ 4 ഡിവുകളുടെ ക്രിയേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെക്ഷനാണ് ഫൂട്ടർ. അത് കുറച്ച് ലിങ്കുകളാണ്, നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്ക് ഇതിന്റെ ടെക്സ്റ്റുകൾ കണ്ടന്റിന്റെ വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഹോം ഉണ്ട്, സ്കിൽസ് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഇത് 4 മെനു ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്കിത് ബേസിക്കലി ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഡിവ് ഹെഡർ എന്ന് കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ വെബ് പേജസിനും ഈ ഒരു കോമൺ ഫോർമാറ്റ് ആയിരിക്കും. അതായത് ഹെഡർ ഉണ്ടോ, ഒരു മെയിൻ കണ്ടന്റ് ഉണ്ടോ, ഒരു ഫോട്ടോ കണ്ടന്റ് ഉണ്ടോ. അപ്പൊ അങ്ങനെ ഒരു കോമൺ ഫോർമാറ്റ് ഉള്ളതുകൊണ്ട് HTML തന്നെ ഇങ്ങനത്തെ 3 ഡിവിഷൻസിൽ നമ്മൾ ഇതുപോലെ ഡിവ് ക്ലാസ് കൊടുക്കുന്നതിന് പകരം ഒരു 3 ഡിവിഷൻസ് പുതിയ HTML വേർഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഹെഡർ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫൂട്ടർ എന്ന് പറഞ്ഞ വേറൊരു ടാഗ്. ഇത്രയും ടാഗ്സ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഈ ഡിവുകൾ ആക്ച്വലി ആവശ്യമില്ല. കാരണം ആ ഡിവിഷൻസ് ആ ടാഗുകൾ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ ടാഗുകൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമുക്ക് റീഡബിലിറ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഹെഡറിൻ്റെ അകത്തുള്ളതാണെങ്കിൽ ആ മെയിൻ സെക്ഷൻ ആയിരിക്കും, മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് സെക്ഷൻ ആയിരിക്കും, ഫൂട്ടറിനകത്ത് വരുന്നത് ഫൂട്ടർ ആയിരിക്കും. അതല്ലാതെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കുറച്ച് കാര്യങ്ങളല്ലാതെ ഇതിന്റെ പർപ്പസ് ഉണ്ട്. പക്ഷെ ഡെവലപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റീഡബിലിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഡിവ് ക്ലാസ് ഹെഡർ എന്ന് പറഞ്ഞതിനകത്ത് കിടന്നിട്ട് സാധനം എടുത്തിട്ട് ഈ ഹെഡർ ടാഗിനകത്തേക്ക് ഇട്ടേക്കാം. നമുക്ക് ഇനിയിപ്പോൾ അത് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ടാഗ് യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ മെയിനകത്തുള്ള പ്രൊഫൈൽ റാപ്പറും സ്കിൽസ് റാപ്പറും ഇത് രണ്ടും എടുത്ത് ഞാൻ ഈ മെയിൻ ടാഗിനകത്ത് ഇട്ടു. ഫൂട്ടറിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എഴുതാത്തതുകൊണ്ട് ഒന്നുമില്ല. അത് ഇത് 3 ഡെലിറ്റ് ചെയ്തേക്കാം. ഇതിന്റെ ഒരു ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡർ ആണ് പാരന്റ്. അപ്പൊ അതിന്റെ അകത്തുള്ള ഡിവുകളാണ് ഇത്. മെയിൻ ആണ് പാരന്റ്, അതിന്റെ അകത്തുള്ള ഡിവുകൾ, പിന്നെ ഫൂട്ടർ സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ പാരന്റ് സൈഡിൽ നമ്മളെപ്പോഴും എഴുതുമ്പോൾ ഇപ്പൊ ഇതൊരു പാരന്റ് ആണെങ്കിൽ അതിന്റെ ചൈൽഡ് വരുമ്പോൾ നമ്മൾ ടാബ് സ്പേസ് ഇട്ടിട്ട് വേണം ചൈൽഡ് എഴുതാൻ. ഇതിന്റെ നെക്സ്റ്റ് ചൈൽഡ് ഡിവ് ആണെങ്കിൽ നമ്മൾ ടാബ് സ്പേസ് ഇട്ടിട്ടാണ് എഴുതുന്നത്.
നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് എഴുതി കഴിഞ്ഞിട്ട് ഫോർമാറ്റ് ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ടാബുകളൊക്കെ ഫോർമാറ്റ് ചെയ്ത് വൃത്തിക്കാക്കി തരും. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ളത് ഹെഡർ സെക്ഷനിൽ നമ്മൾ കുറെ മെനു ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലിസ്റ്റ് പോലെയാണ്. അതായത് ഞാനൊരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുന്നു, കൺട്രോൾ അത് അതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. ഹോമുണ്ട്, പിന്നെ എന്തൊക്കെയാണ് സ്കിൽസ്, കോണ്ടാക്ട്, രണ്ടാമത്തെ ഐറ്റം സ്കിൽസ്, മൂന്നാമത്തെ ഐറ്റം കോണ്ടാക്ട്, നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അബൌട്ട്. ഇങ്ങനെ ഒരു 4 ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. HTML ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടാഗ് അത് തന്നെയാണ്. അതായത് HTML ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ടാഗ് ഉണ്ട്. ടാഗ് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് UL എന്ന് കൊടുക്കുന്നു, അത് ടാഗ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ UL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് ഡെഫിനിഷൻ. ബേസിക്കലി നമുക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ്. അപ്പോൾ അതിലെ ഓരോ എലമെന്റും നമ്മൾ ഇപ്പോൾ ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഡിഫൈൻ ചെയ്തോളൂ. ഈ ഓരോ എലമെന്റും എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബ്രാക്കറ്റിൽ LI എന്ന് കൊടുക്കും. LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഐറ്റം എന്നാണ് അർത്ഥം. അതായത് ഈ ഹോം ഒരു ലിസ്റ്റ് ഐറ്റമാണ്, സ്കിൽസ് ഒരു ലിസ്റ്റ് ഐറ്റമാണ്, കോണ്ടാക്ട്, അബൌട്ട് ഇതെല്ലാം ഓരോരോ ലിസ്റ്റ് ഐറ്റംസ് ആണ്. ഇതെല്ലാം കൂടി ചേർന്ന് ഇരിക്കുന്നത് ഫുൾ ലിസ്റ്റിനെയാണ് ഈ UL എന്ന് പറയുന്ന ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനകത്തോട്ട് ആഡ് ചെയ്യണം ഹോം. അതുപോലെ ഞാൻ കോപ്പി ചെയ്തിട്ട് ബാക്കി ലിസ്റ്റ് ഐറ്റംസും കൂടെ സെറ്റ് ചെയ്യും. സ്കിൽസ്, കോണ്ടാക്ട്, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലിസ്റ്റ് ഐറ്റംസിന്റെ പാരന്റ് UL അൺഓർഡർ ലിസ്റ്റ് ആയിരിക്കും. അതിന്റെ അകത്തുള്ള ചിൽഡ്രൻ ആണ് ടാബ് സ്പേസ് ഇട്ടിട്ടാണ് ചിൽഡ്രൻ ഓരോന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പാരന്റ് അതിന്റെ ചിൽഡ്രൻ ആണ്. 4 ലിസ്റ്റ് ഐറ്റംസ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, നമ്മുടെ പേജിലോട്ട് വരുന്നു. നമ്മുടെ പേജിനകത്ത് ആക്ച്വലി നമ്മൾ ഈ ഹെഡറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ഈ ഹെഡർ ടെക്സ്റ്റ് വരാൻ, ഒന്ന് ഈ മെനു ബാറിന് വേണ്ടിയിട്ട്. മെനു ബാറിന് വേണ്ടിയിട്ടുള്ള ആ ഡിവിന്റെ അകത്ത് ആക്ച്വലി ഈ ഇതിനെ എനിക്ക് പേസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനുകൊണ്ട് നമുക്ക് ഈ ഹെഡർ, മെയിൻ, ഫൂട്ടർ എന്നൊക്കെ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഉള്ളതുപോലെ തന്നെ നാവിഗേഷൻ ചെയ്യാൻ, അതായത് ഈ മെനു ഐറ്റംസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് നാവിഗേറ്റ് ചെയ്ത് ഓരോരോ സെക്ഷനിലോട്ട് പോകാനാണ്. അപ്പൊ അങ്ങനെയുള്ളതിനെ HTML നമുക്ക് വേർതിരിക്കാവുന്ന ഒരു ടാഗാണ് nav എന്ന് പറഞ്ഞ ടാഗ്. nav എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ nav ടാഗിനകത്ത് എഴുതാം. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോർമാറ്റിംഗ് അത് മാറിപ്പോയി. ഫോർമാറ്റിംഗ് അറിയാൻ കുഴപ്പമൊന്നുമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫോർമാറ്റ് വരും. nav പാരന്റ് ലിസ്റ്റ്, അതായത് ഓരോ ലിസ്റ്റ് ഐറ്റം. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് നമ്മുടെ പേജിൽ ഇത് എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുന്നു. അപ്പോൾ നമ്മളിത് കൊടുത്ത ഹെഡറിന്റെ ടെക്സ്റ്റ് അതിന്റെ താഴെയായിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതുപോലെ അല്ല വന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് CSS മാറ്റിയെടുക്കാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതൊരു ബുള്ളറ്റഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. 1 by 1 ആയിട്ട് താഴെ ആയിരിക്കും വരുന്നത്. നമ്മൾ UL LI യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമുക്ക് ടൈൽസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹെഡർ സെക്ഷനിലുള്ള HTML കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മെയിൻ സെക്ഷനിലുള്ള HTMLകളാണ്. അതായത് മെയിൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻ സെക്ഷനകത്ത് 2 ബോക്സുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് മറ്റേ പ്രൊഫൈൽ റാപ്പറിന്റെ ബോക്സ് ആണ് ഇത്.
പിന്നെയുള്ള ബോക്സ് മൈ സ്കിൽസിന്റെ ബോക്സ്. അപ്പോൾ പ്രൊഫൈൽ റാപ്പറിന്റെ ബോക്സിനകത്ത് നമ്മൾ രണ്ടായിട്ട് തിരിച്ചായിരുന്നു. ഒന്ന് പ്രൊഫൈൽ ഇമേജിന് വേണ്ടിയിട്ട്, ഒന്ന് പ്രൊഫൈൽ ഇൻഫോയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ പ്രൊഫൈൽ ഇമേജ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ഒരു ഇമേജ് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാഗ് എന്ന് പറയുന്നത്, അതായത് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ടാഗ്. അപ്പോൾ ആ ടാഗിന്റെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, img എന്ന് പറഞ്ഞ ടാഗിന്റെ പേര് വരുന്നത്. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്താൽ മതി. പക്ഷെ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യല്ല ചെയ്യുന്നത് ആക്ച്വലി. പക്ഷെ നമ്മളൊരു ഇമേജിന്റെ പാത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എവിടെ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജിന്റെ പാത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഇമേജ് പാത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഫോൾഡറിനകത്ത് തന്നെ ഒരു ഇന്നർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഫോൾഡറിന്റെ പേര് ഇമേജസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഇമേജസ് ഫോൾഡർ നമ്മുടെ ആ ഒരു ഫിസിക്കൽ പാത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്ന ഇമേജ് കോപ്പി ചെയ്തിട്ട് ഈ ഇമേജസ് ഫോൾഡറിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി തിരിച്ച് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇമേജിന്റെ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് എവിടെയാണ് ഈ ഇമേജ് കിടക്കുന്നത്, എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ profile.html കിടക്കുന്ന ഫോൾഡറിന്റെ സെയിം പാരലൽ സ്ഥലത്ത് തന്നെയാണ് ഇമേജസ് എന്ന ഫോൾഡർ കിടക്കുന്നത്. ആ ഫോൾഡറിനകത്താണ് എനിക്ക് ഇമേജ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറന്റ് ഫോൾഡർ എടുക്കാനായിട്ട് // കൊടുക്കണം. // പറഞ്ഞാൽ കറന്റ് ഫോൾഡറാണ്. കറന്റ് ഫോൾഡറിന്റെ അകത്തെ ഇമേജസ് എന്ന് പറയുന്ന സബ് ഫോൾഡർ, അതിനകത്ത് നമ്മൾ കൊടുത്ത ആ ഒരു ഇമേജിന്റെ പേര് man_img അതിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കും. നമ്മൾ കൊടുക്കേണ്ട ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് കൊടുക്കും. ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇമേജ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. അതായത് ഈ ഇമേജ് ഇൻ കേസ് ലോഡ് ആയില്ലെങ്കിൽ ടെക്സ്റ്റ് കാണിക്കും. അതായത് ഇവിടെ ഈ സ്പേസിൽ ഒരു ഇമേജ് വരേണ്ടതായിരുന്നു, അത് ഓപ്പൺ ആയി, പ്രൊഫൈൽ ഇമേജ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സേവ് ചെയ്യുന്നു. ഇതിലോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഭയങ്കര വലിയൊരു ഇമേജ് ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് CS വെച്ചിട്ട് ഇത് കറക്റ്റ് ആക്കാൻ പറ്റും. ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഇമേജിന് ഒരു ഹൈറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. ഈ ഇമേജിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 പിക്സൽസേ പാടുള്ളൂ എന്ന് നമ്മളിവിടെ കൊടുക്കും. എന്നിട്ട് പേജിൽ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മുടെ പേജിന് ഓവർഫ്ലോ ചെയ്ത് പോകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കണ്ടന്റ് ആഡ് ചെയ്യാം. കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യണം. ഈ കണ്ടന്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹലോ എന്നുള്ള കണ്ടന്റ് കുറച്ച് വലുതാണ്, ബോൾഡ് ആയിട്ട് കിടക്കുന്നത്. ഐ ആം എ ഡെവലപ്പർ എന്ന് പറയുന്ന സെക്ഷൻ കുറച്ച് വലുതാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഹലോനേക്കാളും ചെറുതാണ്. പിന്നെ ഒരു സാധാരണ ടെക്സ്റ്റ് ഒക്കെ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒരു സാധാരണ സെക്ഷനിൽ കൊടുത്തു. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ രണ്ടാമത് ഈ പ്രൊഫൈൽ റാപ്പറിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിരുന്നില്ല. അതായത് പ്രൊഫൈൽ റാപ്പറിനെ തന്നെ പ്രൊഫൈൽ ഇമേജ്, പ്രൊഫൈൽ ഇൻഫോ ആയിട്ട് തിരിച്ചിരുന്നു. ഈ പ്രൊഫൈൽ ഇൻഫോയിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഡാറ്റ വേണ്ടത്. പ്രൊഫൈൽ ഇൻഫോയിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോൾഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഹെഡിങ് പോലത്തെ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കാനായിട്ട് HTML ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1, H2, H3 എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗുകളുണ്ട്. ഇപ്പം ഞാൻ H1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഹലോ എന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ
എൻ്റെ പേജിൽ വന്ന് എൻ്റെ റീലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബോൾഡായിട്ട് ആ ഒരു ഹെഡിങ് രീതിയിൽ അത് വരും. ഇപ്പോൾ നമുക്ക് അത്ര വലിയൊരു ഹെഡിങ് വേണ്ട, കുറച്ചുകൂടി ചെറിയൊരു ഹെഡിങ് മതി എന്ന് വെച്ചു. വലിയ സൈസ് ഇത് ബേസിക്കലി മീൻ ചെയ്യുന്നത് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെഡിങ് ആയിരിക്കും, H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ചെറുത്, H3 അതിലും ചെറുത്, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് പോവുക. ഓക്കെ, ഞാനിത് H2 ആക്കിയിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ആ ഹെഡിങ് കുറച്ച് ചെറുതായി. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I am a developer എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. അത് ഈ H, അതായത് ഹലോക്ക് നമ്മൾ കൊടുത്ത H2 ആണ്. അങ്ങനെയാണെങ്കിൽ I am a developer കൊടുക്കേണ്ടത് H3 ആണ്, കാരണം അതിലും ചെറിയ ടെക്സ്റ്റ് ആണ് ഇത്. കൊടുത്തിട്ട് I am a developer. അതിന്റെ കീഴെ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. സാധാരണ ടെക്സ്റ്റുകൾ ഒരു പാരഗ്രാഫ് ആയിട്ടാണല്ലോ. അങ്ങനത്തെ പാരഗ്രാഫ് ടെക്സ്റ്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് HTML ഓപ്ഷൻ ഉള്ളത് P എന്ന് പറഞ്ഞ ടാഗ്. P/P എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാഗ് കൊടുക്കും. ആ ടാഗിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഈ ടാഗിനകത്ത് ഈ ടെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇതിന്റെ താഴെ വരുന്ന ഒരു അണ്ടർലൈൻ ആണ്. അപ്പോൾ അതുപോലത്തെ ഒരു ലൈൻ ഡയറക്റ്റ് നമുക്ക് HTML യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ വന്നിട്ട് HR എന്ന് പറഞ്ഞൊരു ടാഗാണ്. അപ്പോൾ HR എന്ന് പറഞ്ഞ ടാഗിന് ആക്ച്വലി എൻ ടാഗ് അത് സിംഗിൾ ടാഗാണ്, അതായത് അതിൻ്റെ അകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ എൻഡ് ആകും. അപ്പോൾ HR സ്ലാഷ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം, അതായത് അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഇപ്പം നമ്മളിത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ഹലോ ടെക്സ്റ്റ്, അതിന് ചെറുതായിട്ട് H3 ടെക്സ്റ്റ്, പിന്നെ നമ്മൾ കൊടുത്ത പാരഗ്രാഫ്, അതിൻ്റെ കീഴിൽ അണ്ടർലൈൻ. ഇതിന്റെ സ്റ്റൈലിംഗ് ഒന്നും ശരിയായിട്ടില്ല, ജസ്റ്റ് ലേഔട്ട് ആണ്. അപ്പോൾ ഇനി അതിന്റെ കീഴിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓൺ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെക്ഷനാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഡിവിൽ തന്നെ കൊടുക്കും. ഡിവിനകത്ത് നമുക്കൊരു ഡിവ് കൊടുക്കാം, അതിന്റെ പേര് കൊടുക്കുക ഒഫീഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഒഫീഷ്യൽ ഡീറ്റെയിൽസ് അതിനകത്ത് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിവ്, അതിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, കൊടുത്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് അവിടെ അപ്ഡേറ്റ് ആയി. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ആ റാപ്പറിന്റെ സെക്ഷന് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ സ്കിൽസിന്റെ സെക്ഷനാണ്. മൈ സ്കിൽസിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇതുപോലൊരു ഹെഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് സ്കിൽസ് റാപ്പറിനകത്ത് എന്താ നമുക്കൊരു H2 ടാഗ് ആഡ് ചെയ്യും. മൈ സ്കിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഈ സ്കിൽ കാർഡ് പോയി കഴിഞ്ഞതിനകത്ത് ഇതൊരു സിംഗിൾ കാർഡാണ്. നമ്മൾ അതുപോലത്തെ 4 കാർഡുകളുടെ ഡിവിഷൻസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ സിംഗിൾ ഒരു കാർഡിനകത്ത് ഒരു ഇമേജിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ഐക്കണിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ഹെഡിങ് സെക്ഷൻ ഉണ്ട്, ഒരു പാരഗ്രാഫ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഓരോ ഡിവിലും ആക്ച്വലി ഞങ്ങൾക്ക് ഈ 4 ഡിവ് ഉണ്ടാകുന്നില്ല, ഡെലിറ്റ് ചെയ്ത് കളയുന്ന സിംഗിൾ ഡിവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കാരണം എല്ലാം ഐഡന്റിക്കലാണ്. ഇതിനകത്ത് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്ഷൻ കൊടുത്തു, കണ്ടന്റ് സെക്ഷൻ കൊടുത്തു. എന്നിട്ട് കണ്ടന്റ് അകത്ത് തന്നെ ആക്ച്വലി
ഒരു ഐക്കൺ ഉണ്ട്, സെക്ഷൻ. പിന്നെ ഉള്ളത് ഒരു H3 നമ്മൾ എന്താണ് നമ്മുടെ ടെക്നോളജി അല്ലെ, HTML CSS. പിന്നെ ഉള്ളത് ഒരു പാരഗ്രാഫ് ഉണ്ട്, അപ്പോൾ ഈ ടാഗ്. അപ്പോൾ ഈ ടാഗിനകത്ത് ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് മൈ സ്കിൽസ്. ഇതിനകത്ത് ഒരു കാർഡിനകത്ത് HTML ഒക്കെ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമുക്ക് ആക്ച്വലി 4 കാർഡ് വേണം അല്ലേ. ഈ ഒരു സെക്ഷൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് താഴെ മുന്നോട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതെല്ലാം കൂടി ഒരു 4 കാർഡ് കിട്ടി. നമ്മൾ സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ നമുക്ക് സ്റ്റൈലിംഗ് വഴിയാണ് നമുക്ക് അതിങ്ങനെ ഹൊറിസോണ്ടലി ആക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂട്ടറാണ്. ഫൂട്ടറിനകത്ത് നമ്മൾ ഈ ലിങ്കുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, ബേസിക്കലി ലിങ്ക് കൊടുക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അതിനകത്ത് ആക്ച്വലി എത്ര 5 എണ്ണം ഉണ്ട്. 5 സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഉണ്ട്. നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യാം. മീഡിയ പ്രൊഫൈൽസ് ഒരു 5 എണ്ണം. പിന്നെ 5 അടിച്ചിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ 5 ഡിവിഷൻസ് ക്രിയേറ്റ് ആയിക്കോളും. അപ്പോൾ ബേസിക്കലി ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ ആക്ച്വലി ലേഔട്ടിന്റെ ഒരുവിധം വർക്ക് കഴിഞ്ഞു. ലേഔട്ട് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഈ വെബ് പേജ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെബ് പേജിനെ ഇങ്ങനെ ആക്കി മാറ്റുന്നത് CSSന്റെ മിടുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് എങ്ങനെ CS യൂസ് ചെയ്യുന്നു.